നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു നാരങ്ങ അച്ചാറിടാം. നാരങ്ങ അച്ചാർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ സിമ്പിളാണ്. ഞാൻ നാരങ്ങ എടുത്തു, അത് നമുക്കൊന്ന് തിളപ്പിക്കും, ഒന്ന് വാട്ടണം. ഞാനൊന്ന് തിളപ്പിക്കാറുണ്ട് കേട്ടോ, ഒരു വാട്ടാറുണ്ട് ഒരു ചൂടുവെള്ളം. ഞാനൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാറുണ്ട്. നാരങ്ങ അച്ചാർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നും ഇപ്പോൾ വെജിറ്റേറിയനൊക്കെ കണ്ടമാനം, വെജിറ്റേറിയനോ നോൺ വെജോ ഏത് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ മോസ്റ്റ്ലി നമ്മൾ അച്ചാർ നമ്മളുടെ ഫുഡിൽ എപ്പോഴും നമ്മൾ ഭാഗമാക്കുന്നൊരു സാധനമാണ്. ഒന്ന് തൊട്ടുകൂട്ടാൻ ഞാനതിൽ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വലുതാണ്. അത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. നാരങ്ങയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നാരങ്ങ പൊതുവേ നമ്മൾ ഇന്ത്യയിൽ ഒട്ടുമുക്കാലും സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലല്ല അതാണെങ്കിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലും മ്യാൻമാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ അച്ചാർ. പലതരത്തിലുള്ള അച്ചാറുകളുണ്ടല്ലോ. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചു. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇതിനകത്ത്. പിന്നെ നമുക്ക് കുറച്ചൊരു 4-5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിത് ചോപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി ഇതാക്കാം. അപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളക് നമുക്കൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നാരങ്ങയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ അതായത് നമുക്ക് വരും. ഞാൻ വളരെ സിമ്പിൾ, ആർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ അച്ചാറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെൽ ബട്ടൺ നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന മനോഹരമായ രസകരമായിട്ടുള്ള എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് അടുത്ത വീഡിയോയിൽ മാറ്റി കുറച്ചും കൂടെ ക്ലിയർ ആക്കുന്നതായിരിക്കും. എല്ലാവരും കാണുന്നുണ്ട് വീഡിയോസ്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് 4 പീസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് ചൂടുണ്ട്, ശ്രദ്ധിക്കണം. ചൂടാറിയിട്ട് ശേഷം ചെയ്താൽ മതി കേട്ടോ. നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കും. എല്ലാവർക്കും നാരങ്ങ, മാങ്ങ അച്ചാറുകൾ പൊതുവെ എല്ലാവർക്കും കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമുക്ക് എന്തൊക്കെ കറികളുണ്ടെങ്കിൽ ഇപ്പം നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചോളം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എന്ന് ആഹാരം കഴിക്കുമ്പോഴും എനിക്ക് അച്ചാർ കമ്പൽസറിയാണ്. അപ്പോൾ ഈ അച്ചാറുമായിട്ടുള്ള അങ്ങനെയുള്ളൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് അച്ചാറില്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ പലതരത്തിലുള്ള അച്ചാറുകൾ എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്, വാങ്ങാറില്ല. ഹോം മെയ്ഡാണ്, ഞാൻ സ്വന്തമായിട്ട് അത് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ കൂട്ടുകാരൻ നിങ്ങളെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ ഒന്ന് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ, നല്ലെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. വെജിറ്റബിൾ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടാം. കുറച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഇളക്കി എടുക്കണം.
അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി അത് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം നമുക്ക്. നല്ലതായിട്ട് നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്ത് ഇളക്കുകയാണ്, റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. നിങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണിത് ഈ അച്ചാർ റെഡിയായി വരുന്നത് നോക്കി. വളരെ കുറച്ച് ടൈം മതി. അതായത് നമ്മൾ കൂടുതൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും തരും. 15-20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അച്ചാർ പെട്ടെന്ന് തന്നെ, അത്രയും ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ. അത്ര സമയമൊന്നും എടുക്കേണ്ട കാര്യമേ ഇല്ല. അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇതിനകത്ത്. ഇടണമെങ്കിൽ തന്നെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഒരു അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. വളരെ കാലമായിട്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന കാലത്ത്, വർഷങ്ങളായിട്ട്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ, ബാച്ചിലറായിരുന്ന സമയത്തൊക്കെ ഞാൻ ഉറപ്പായിട്ടും ഇത് സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പം എനിക്കിത് ചെയ്യാൻ അറിയായിരുന്നു. അത് നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായം. നമുക്കത് നല്ലതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്നാകും, തീ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് നാരങ്ങ ആഡ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളിതൊന്നും തണുക്കാൻ വെക്കണം കേട്ടോ, പെട്ടെന്ന് നിങ്ങളത് ഉപയോഗിക്കരുത്. അപ്പം ഇതൊന്നും നിന്നണ്ട, എപ്പോഴും അങ്ങനെയാണ്. ഒന്ന് തണുത്ത് നാളെയോടുകൂടെ നമുക്ക് പെട്ടെന്ന് അപ്പം തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എന്നാൽ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. എത്ര ദിവസം തോറും കൂടെ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനുള്ള, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുളിയൊക്കെ കൊണ്ടൊന്ന് ബാലൻസ് ചെയ്യാം. ഞാൻ 2 ഇതാണ് ഒഴിച്ചിരിക്കുന്നത്, 2 സ്പൂൺ ചെറുതായിട്ടുള്ളത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ സ്പൈസി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒത്തിരി പേര് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ, പക്ഷേ ലൈക്കൊന്നും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് എനിക്ക് പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുക. നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കായവും ഈ പറയുന്ന ഉലുവായൊക്കെ ഇടുമ്പോഴേ അതിനൊരു പ്രത്യേകത ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ. കൂട്ടുകാരെ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.